ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. കപ്പൽ അപകടങ്ങൾ. മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കൊച്ചി ഏരിയ കമ്മിറ്റി നടത്തിയ ധർണ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. തോപ്പുംപടി BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ആശ്വാസം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇത്തരം കാര്യം ഗവൺമെന്റിന്റെ വിഷയമല്ല. കുറച്ചു ഭാഗം വെള്ളം കയറിയെങ്കിൽ ആ വെള്ളം കയറി പരിഹരിക്കും എന്നുള്ളത് വളരെ നിയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മീറ്റിംഗ് വിളിച്ച ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്കിട്ടുള്ള അറിയിപ്പ്. നമ്മുടെ ജില്ലയിലെ മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്, അദ്ദേഹമാണ് ആദ്യം ടെട്രാപോഡ് ഉണ്ടായ സമയത്തും മുഖ്യമന്ത്രിയുമായി യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം വിളിച്ചതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇനി കണ്ണമാലി ഭാഗത്ത് ഇനി ഒരു വെള്ളക്കയറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കടലിൽ പോയി ജീവിതം മുന്നോട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തിരിപ്പ് നയം തിരുത്തി അതായി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഈ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ BSNL ഓഫീസിന് മുൻപിൽ ഈ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. PC റോളണ്ട് അധ്യക്ഷത വഹിച്ചു. PJ ദാസൻ സ്വാഗതം ആശംസിച്ചു. KJ ആന്റണി, KM റിയാദ്, NN നദീഷ് എന്നിവർ സംസാരിച്ചു. അവർക്ക് മാറാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ ഉപജീവന മാർഗം ബഹുഭൂരിപക്ഷവും കടലിനെ ആശ്രയിച്ചാണ്. അപ്പോൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കടൽക്കരയിൽ തന്നെയാണ് താമസിക്കേണ്ടത്, കരയോട് ചേർന്ന് തന്നെയാണ് താമസിക്കേണ്ടത്. അല്ലാതെ അവരെ മലയാറ്റൂരോ അതിനപ്പുറമോ കോട്ടയത്തോ ഇടുക്കിയിലോ കൊണ്ടേ താമസിപ്പിക്കാൻ പറ്റില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് തീരുമാനമെടുത്തു. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാടെടുത്തില്ല. BJPയുടെ ഗ്രൂപ്പുകളിൽ ഇതിൽ പ്രചരിപ്പിച്ചെന്താ, കപ്പൽ ദുരന്തം തുടരും, സംസ്ഥാന ഗവൺമെന്റിനെ തീരദേശ മേഖലയിൽ നടന്ന ഈ അപകടത്തെ സംസ്ഥാന ഗവൺമെന്റിലേക്ക് ആഴ്ത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് BJP പ്രചരണം നടത്തിയത്. നമുക്കറിയാം ഗുജറാത്തിൽ നടന്ന ഫ്ലൈറ്റ് അപകടം. ഇത് നമ്മുടെ നാട് പ്രതീക്ഷിക്കാതെ വരുന്ന ചില സംഭവങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.